500 രൂപയിൽ താഴെ ചിലവ് കുറച്ച് നമുക്കെങ്ങനെ സ്വന്തമായിട്ട് ഓട്ടോമേഷൻ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതിൽ ലഭിക്കുന്ന സെൻസർ വാല്യൂ ഒരു റൂട്ടറിൻ്റെ സഹായത്താൽ നമുക്ക് ക്ലൗഡിലേക്ക് സെൻഡ് ചെയ്യാം. അത് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കാണുവാനും കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ലൈറ്റ് സെൻസറാണ്, ഞാനതിനെ കവർ ചെയ്യുന്നുണ്ട്. ലൈറ്റിൻ്റെ വാല്യൂ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ലക്സ് വാല്യൂ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പുട്ടു മീഡിയ. ഓട്ടോമേഷൻ ചെയ്യുന്നതിനായി ഇന്ന് ഉപയോഗിക്കുന്നത് ആർഡിനോ കമ്പാക്റ്റബിൾ ബോർഡാണ്. ഇത് ആർഡിനോ യുനോ, ഒറിജിനൽ ആർഡിനോ യുനോയാണ്, മെയ്ഡ് ഇൻ ഇറ്റലി. ഇത് കുറച്ച് വില കൂടിയതാണ്. ഇതിൻ്റെ ക്ലോണുകൾ നമുക്ക് വില കുറച്ച് ആമസോണിൽ നിന്നോ അലി എക്സ്പ്രസ്സിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ആർഡിനോ പ്രോ മിനിയാണ്, പക്ഷേ ഇത് വരുന്നത് സോൾഡർ ചെയ്യാത്ത പിന്നുകളുമായിട്ടാണ് വരുന്നത്. അതിൻ്റെ തന്നെ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെർഷനാണിത്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വൈഫൈ എനേബിൾഡ് ആർഡിനോ കോമ്പാക്റ്റബിൾ ഡിവൈസാണ്. ഇത് വൈഫൈ എനേബിൾഡ് ആർഡിനോ കോമ്പാക്റ്റബിൾ ഡിവൈസാണ്. ഇത് ഒരു ഡെവലപ്മെൻറ്റ് ബോർഡ് കൂടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ USB കേബിൾ വഴി നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഡിവൈസിന് പറയുന്ന പേരാണ് നോഡ് MCU ഡെവലപ്മെൻറ്റ് ബോർഡ്. ഇതിൽ നമുക്ക് ഒരുപാട് GPIO പിന്നുകൾ ലഭിക്കുന്നതാണ്. സെൻസറുകളിൽ നിന്നുള്ള വാല്യൂ അനലൈസ് ചെയ്ത് ഓട്ടോമേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് പ്രോഗ്രാം ചെയ്യുന്നതിനായി നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ചാർജർ കേബിൾ മതിയാവും. നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. ഇത് കുറച്ച് സെൻസറുകളാണ്. സെൻസറിൽ നിന്ന് വരുന്ന ഡാറ്റ അനുസരിച്ച് നമുക്ക് ഓരോ ഓട്ടോമേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരു ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി സെൻസറാണ്. ഇത് നിങ്ങളുടെ ഫാമിലോ വീട്ടിലോ ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കൂളിംഗ് സിസ്റ്റം ഓൺ ആക്കണം അല്ലെങ്കിൽ ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഒരു ലൈറ്റ് സെൻസറാണ്. നിങ്ങൾക്ക് വൈകുന്നേരം വീട്ടിലോ ഫാമിലോ മറ്റെവിടെയെങ്കിലും ലൈറ്റ് കുറയുന്നതനുസരിച്ചിട്ട് ലൈറ്റ്സ് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ ഒക്കെ ഇത് ഉപയോഗിക്കാം. ഇതൊരു മോഷൻ സെൻസറാണ്. ഇതുപയോഗിച്ച് മനുഷ്യൻ്റെയോ മൃഗങ്ങളുടെയോ ഒക്കെ പ്രസൻസ് അറിയാൻ സാധിക്കുന്നതാണ്. ഇത് സോയിൽ മോയ്സ്ചർ സെൻസറാണ്. മണ്ണിൻ്റെ ജലാംശം അറിയുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു സെൻസറാണിത്. ഇത് ഡിസ്റ്റൻസ് സെൻസറാണ്. ഇങ്ങനെ പല സെൻസറിൽ നിന്നുള്ള വാല്യൂകൾ ഈ ആർഡിനോ കോമ്പാക്റ്റബിൾ ബോർഡ് ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ സെൻസറിൽ നിന്ന് കിട്ടുന്ന വാല്യൂകൾ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ഡിവൈസിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഇത് 2 ഡിസ്പ്ലേ ഡിവൈസാണ്. ഇല്ലെങ്കിൽ ഫാൻ, ലൈറ്റ് ഇതുപോലുള്ള ഡിവൈസുകൾ ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ ആയിട്ട് റിലേ സ്വിച്ച് ബോർഡുകൾ ഉപയോഗിക്കാം. ഇനി ഈ ESP8266 പ്രോഗ്രാം ചെയ്യുന്നതിനായി ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു ആർഡിനോ കോമ്പാക്റ്റബിൾ ബോർഡ് ആയതുകൊണ്ട് arduino IDE ആണ് നമ്മളിത് പ്രോഗ്രാം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നത്. arduino.cc എന്ന വെബ്സൈറ്റിൽ പോയി arduino IDE ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. arduino IDE ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. arduinoയിൽ ഡിഫാൾട്ട് കുറച്ച് arduino കോമ്പാക്റ്റബിൾ ബോർഡുകൾ കാണിക്കും. നമുക്ക് വേണ്ട ESP8266ൻ്റെ ബോർഡ് നമുക്കിനി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായി ഫയൽ, പ്രിഫറൻസ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഈ അഡ്രസ് അഡീഷണൽ ബോർഡ് മാനേജർ URL എന്നുള്ളതിലേക്ക് പേസ്റ്റ് ചെയ്യുക. ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം OK പ്രസ് ചെയ്യുക. അടുത്തതായി ടൂൾ, ബോർഡ് മാനേജർ ക്ലിക്ക് ചെയ്യുക. അതിൽ ESP8266 എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ വരുന്നതിൽ നിന്നും ESP8266 ESP86 കമ്മ്യൂണിറ്റി എന്നുള്ള ബോർഡ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്യുക. ലേറ്റസ്റ്റ് വെർഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക.
ഞാനിപ്പോൾ ഇത് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തതിന് ശേഷം arduino റീസ്റ്റാർട്ട് ചെയ്യുക. ഇനി ESP8266 ബോർഡ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രൈവർ കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് നമ്മൾ ഉപയോഗിക്കുന്ന നോഡ് MCU ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ അതിൽ മെൻഷൻ ചെയ്തിരിക്കും. ഇതിൽ കാണിച്ചിരിക്കുന്നത് CH340G എന്ന ഡ്രൈവറാണ്. ഇതിപ്പോൾ ഞാൻ ഡ്രൈവർ ആൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നോഡ് MCU USB വഴി കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടിരിക്കുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഇത് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം arduino IDE ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. arduino IDE ഓപ്പൺ ചെയ്തതിന് ശേഷം ടൂളിൽ ക്ലിക്ക് ചെയ്യുക, ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴേക്കും ESP8266 ബോർഡ് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. നമ്മളിത് ഉപയോഗിക്കുന്നത് നോഡ് MCU ബോർഡാണ്. ഞാൻ ഉപയോഗിക്കുന്ന വെർഷൻ നോഡ് MCU ESP12E മോഡ്യൂളാണ്. ആ മോഡ്യൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫ്ലാഷ് സൈസ് 4M, അപ്ലോഡ് സ്പീഡ് 115200, പോർട്ട് ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പോർട്ട് COM4. ഇപ്പോൾ ഞാൻ ഡിവൈസ് ഡിസ്കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ പോർട്ട് ഡീആക്ടിവേറ്റ് ആണ്. നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ പോർട്ട് ആക്റ്റീവ് ആവും. അത് പോർട്ട് COM4, COM3 അങ്ങനെ പല കോം വരും. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ടെസ്റ്റ് പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് നോക്കാം. അതിനായി ഫയലിൽ ക്ലിക്ക് ചെയ്യുക, എക്സാമ്പിൾസ് ESP8266 ബ്ലിങ്ക്. ഈ പ്രോഗ്രാം ഉപയോഗിക്കുന്നത് ESP8266ലെ ഓൺബോർഡ് LED ബ്ലിങ്ക് ചെയ്യുന്നതിനാണ്. ഞാൻ കുറച്ച് മുമ്പ് ഈ പ്രോഗ്രാം ഇതിൽ അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന LED ബിൽറ്റ് ഇൻ എന്ന് പറയുന്നത് ESP01 എന്ന മൊഡ്യൂളിൻ്റേതാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് നോഡ് MCU ബോർഡ് ആയതുകൊണ്ട് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ബിൽറ്റ് ഇൻ LEDയുടെ പിൻ GPIO 02 ആണ്. അപ്പോൾ കോഡിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്കിത് അപ്ലോഡ് ചെയ്ത് നോക്കാം. GPIO 2 എന്ന് പറയുന്നത് ഇതിലെ D4 പിന്നാണ്. അത് LED എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഓൺബോർഡ് LED ആണെന്ന് മനസ്സിലാക്കാനാണ്. അത് ഔട്ട്പുട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം LED ഓൺ, LED ഓഫ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ 1 സെക്കൻഡ്, ഇതിപ്പോൾ 1 സെക്കൻഡ് LED ഓണും 2 സെക്കൻഡ് LED ഓഫുമാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് 1 സെക്കൻഡ് ഓൺ 1 സെക്കൻഡ് ഓഫ് ആക്കുന്നുണ്ട്. അതിനുശേഷം സേവ് ചെയ്യുക. ഇനി ഈ കോഡ് നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്ലോഡ് സ്റ്റാറ്റസ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുന്നതാണ്. കമ്പൈലിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അപ്ലോഡിംഗ് ആണ് കാണിക്കുന്നത്. അപ്ലോഡിംഗ് സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നുണ്ട്. LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ അപ്ലോഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൺ ബോർഡ് LED 1 സെക്കൻഡ് ഓൺ 1 സെക്കൻഡ് ഓഫ് കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ കോഡ് അപ്ലോഡ് ആകത്തില്ല. ഇവിടെ എറർ കാണിക്കുന്നതാണ്. ഇനി നോഡ് MCUവിൽ ഒരു സെൻസർ കണക്ട് ചെയ്ത് അത് റീഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിലിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് LDR ആണ്. ഇത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ചെക്ക് ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു അനലോഗ് സെൻസറാണ്. ഇത് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പിൻ A0 അനലോഗ് ഇൻപുട്ട് റീഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു പിൻ 3 വോൾട്ട്, അതിന് വോൾട്ടേജ് ലഭിക്കുന്നതിനായി 3 വോൾട്ട് പിന്നിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ A0 പിന്നിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. കോഡ് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അപ്ലോഡിങ് നടക്കുന്നുണ്ട്.
അപ്ലോഡ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിനായി ടൂളിൽ സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ സെൻസർ വാല്യൂ അവിടെ കാണിക്കുന്നുണ്ട്. സെൻസർ കവർ ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ ഈ നോഡ് MCU ബോർഡ് ഉപയോഗിച്ച് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ സഹായത്താൽ എങ്ങനെ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.